ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിസീസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഹിന്ദി ഗ്രാമർ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഹിന്ദി ഗ്രാമർ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്ത് എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഹിന്ദി ഗ്രാമർ ആദ്യം മുതൽ പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോകൾ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്നത് നൗൺ, നാമം. ഇതിന് ഹിന്ദിയിൽ എന്താണ് നൗണെന്നും എങ്ങനെയാണ് തിരിച്ചറിയുക എന്നും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സംഖ്യ. ഹിന്ദിയിലെ സംഖ്യ എന്ന് പറയുന്നത് നാമം അഥവാ നൗൺ. ഇംഗ്ലീഷിൽ നൗൺ എന്ന് പറയും, മലയാളത്തിൽ നാമം എന്ന് പറയും, ഹിന്ദിയിൽ അതിനെന്താ പറയുന്നത്? സംഖ്യ, നാമം. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കിസി വ്യക്തി, വസ്തു, സ്ഥാൻ അഥവാ ഭാവ് കെ നാം കോ സംഖ്യ കഹത്തെ ഹെ. എന്താണ്? കിസി വ്യക്തി, വസ്തു, സ്ഥാൻ അഥവാ ഭാവ് കെ നാം കോ സംഖ്യ കഹത്തെ ഹെ. ഒരു പ്രത്യേക ഒരു വ്യക്തിയെ, കിസി വ്യക്തി, വസ്തുവിനെ, സാധനത്തെ, സ്ഥാൻ സ്ഥലത്തെ, അഥവാ ഭാവ് എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തെ, ഇവയൊക്കെ ഭാവൊക്കെ നാം കോ, ഇവയുടെയൊക്കെ പേരിന് നമ്മൾ എന്ത് പറയും? സംഖ്യ. ഒരു പ്രത്യേക വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ ഒക്കെ പേരാണ് സംഖ്യ അഥവാ നാമം, നൗൺ. ഓക്കെ, ഇനി ഇതെങ്ങനെ തിരിച്ചറിയാം? ഇതിന് ഉദാഹരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഉദാഹരണത്തിന് കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകം. മോനിക്ക, മോനിക്ക എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരാണ്. കാൻപൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്തിൻ്റെ പേര്. പെൻസിൽ, പെൻസിൽ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ഒരു വസ്തുവാണ്. ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണ്. മേജ്, മേശ, അതും ഒരു വസ്തുവാണ്. ദില്ലി സ്ഥലത്തിൻ്റെ പേരാണ്. അതുപോലെ മീററ്റ് അല്ലെങ്കിൽ മേററ്റ്, ഇതൊക്കെ എന്താണ്? സ്ഥലങ്ങളുടെ പേരാണ്. ആദി എന്ന് പറഞ്ഞാൽ മുതലായവ, ഒത്തിരി ഉണ്ട് അല്ലേ? ഇവയൊക്കെ എന്താണ്? സംഖ്യയ്ക്ക് ഉദാഹരണങ്ങളാണ്. നാമത്തിന് ഉദാഹരണങ്ങൾ. സംഖ്യ, നാമം ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ വ്യക്തിയെ സൂചിപ്പിക്കുന്നത്, സ്ഥലത്തിനെ സൂചിപ്പിക്കുന്നത്, വസ്തുവിനെ സൂചിപ്പിക്കുന്നത്, ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ സൂചിപ്പിക്കുന്ന പേരുകളാണ് നാമങ്ങൾ. ഒരു സെൻറ്റൻസിൽ നിന്നും നമുക്ക് എങ്ങനെ ഈ നാമങ്ങൾ കണ്ടുപിടിക്കാം? सीता ने बाजार से एक पेन खरीदा. सीता ने बाजार से एक पेन खरीदा എന്ന് പറഞ്ഞാൽ എന്താ? സീത ബാസാറിൽ നിന്നും, ചന്തയിൽ നിന്നും ഒരു പേന വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ സീതാനെ എന്ന് പറയുമ്പോൾ സീത എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരാണ്. അപ്പോൾ അതെന്താണ്? സംഖ്യയാണ്, നാമമാണ്. ബാജാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ത, അതും എന്താണ്? ഒരു സ്ഥലത്തിൻ്റെ പേരാണല്ലേ. ബാജാർ ഒരു പ്രത്യേക ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ്. ഏക്ക് പെൻ, പെൻ എന്താണ്? പേനയ്ക്ക് നമ്മൾക്ക് ഹിന്ദിയിൽ പെൻ എന്നും പറയും, കലം എന്നും പറയും. രണ്ടും പേനയ്ക്ക് പറയുന്നതാണ്. അപ്പം പെൻ ഖരീദ, ഖരീദ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് നാമങ്ങൾ? സീത നാമമാണ്, ബാജാർ നാമമാണ്, പെൻ ഒരു വസ്തുവിൻ്റെ പേരാണ്. അപ്പോൾ പെന്നും എന്താണ്? നാമത്തിൽ പെടും. അപ്പോൾ ഇതിൽ സീതയും ബാജാറും പെന്നും.
ഇത് മൂന്നും നാമങ്ങളാണ്. ഒരു വ്യക്തിയുടെ പേര്, ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരു വസ്തുവിൻ്റെ പേര്. അപ്പം ഇതിനാണ് എന്ത് പറയുന്നത്? നാമം. അപ്പം നാമത്തെക്കുറിച്ച് മനസ്സിലായി. ഏത് സെൻറ്റൻസിൽ നിന്നും നാമം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അടുത്തത് സർവനാം അഥവാ പ്രോനൗൺ. സർവനാം അഥവാ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവനാം. നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന പേരുകൾക്ക് അല്ലെങ്കിൽ പദങ്ങൾക്ക് നമ്മൾ എന്ത് പറയും? സർവനാമങ്ങൾ എന്ന് പറയുന്നു. संख्या के स्थान पर प्रयोग होने वाले शब्दों को सर्वनाम कहते हैं. संख्या के स्थान पर നാമത്തിൻ്റെ സ്ഥാനത്ത് പ്രയോഗ ഹോനെ വാലെ ശബ്ദോങ്കോ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾക്ക് സർവനാം കഹത്തെ ഹെ സർവനാമം എന്ന് പറയുന്നു. സംഖ്യാ കെ സ്ഥാൻ പർ പ്രയോഗ ഹോനെ വാലെ ശബ്ദോങ്കോ സർവനാം കഹത്തെ ഹെ എന്ന് പറഞ്ഞാൽ നാമത്തിനു പകരം നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് എന്ത് പറയുന്നത്? സർവനാമങ്ങൾ. ഓക്കെ. ഉദാഹരണത്തിന് മേം, ഹം, തും, വഹ്, യഹ്, കോൻ, കുച്ച്, ക്യാ, मैंने, मुझे, हमारा, तुम्हारा ആദി. ഇവയൊക്കെ നമ്മൾ എന്തിനു പകരം ഉപയോഗിക്കുന്നതാണ്? പേരിന് പകരം ഉപയോഗിക്കുന്നതാണ്. ഹം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പേര്, നമ്മളുടെയൊക്കെ പേരിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും? ഒരുമിച്ച് ഞങ്ങൾ എന്ന് പറയും. ഇനി തും, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പറയുന്നതിന് പകരം എന്ത് പറയും? തും, നീ അല്ലെങ്കിൽ നിങ്ങൾ. വഹ്, അവൻ എന്നുള്ളതിന് അല്ലെങ്കിൽ അവൾ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? വഹ്. യഹ് എന്നുള്ളത് ഇത്, ഈ. കോൻ എന്നുള്ളത് ആര്. അപ്പോൾ ഇവയെല്ലാം നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഇവയെ നമ്മൾ എന്ത് പറയും? സർവനാമങ്ങൾ. അപ്പോൾ മേം, ഹം, തും, വഹ്, യഹ്, കോൻ, കുച്ച്, ക്യാ, मैंने, മുझे, ഹമാരാ, തുമാരാ ആദി അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ മുതലായവ എന്ന് പ്രയോഗിക്കുന്നതാണ് ആദി എന്ന് എഴുതുന്നത്. അപ്പം ഇവയെല്ലാം എന്താണ്? സർവനാമങ്ങൾ. ഇത് നമുക്ക് സെൻറ്റൻസിൽ നിന്നും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സർവനാമം. ആജ് സീതാ കാ ജന്മദിൻ ഹേ. ആജ് സീതാ കാ ജന്മദിൻ ഹേ. ഇവിടെ എന്താണ്? സീത എന്നുള്ളത് എന്താണ്? നാമമാണ്, പേര്. ഒരാളുടെ പേരിന് നാമം എന്നാണ് സംഖ്യ അല്ലേ. ഇനി സർവനാമം. പേരിന് പകരം ഉപയോഗിക്കുന്നത്, സംഖ്യയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമം. അപ്പം സീത എന്നുള്ളതിന് ഇവിടെ പകരം ഉപയോഗിക്കുന്നത് ഉസ്കെ സബി ദോസ്ത് ആയെങ്കിൽ. ഉസ്കെ എന്ന് പറഞ്ഞാൽ എന്താ? അവളുടെ. ഉസ്കെ. പിന്നെ സീതയുടെ, സീതാക്കേ എന്ന് പറയുന്നതിന് പകരം സീതാക്കി അല്ലെങ്കിൽ സീതാക്കേ എന്ന് പറയുന്നതിന് പകരം അവിടെ എന്തുപയോഗിച്ചിരിക്കുന്നത്? ഉസ്കെ. അവളുടെ. സബി ദോസ്തായെങ്കിൽ എല്ലാ കൂട്ടുകാരും വരും. ഔർ, വഹ്, വഹ് അവൾ. സീത എന്ന് പറയുന്നതിന് പകരം വീണ്ടും നമ്മൾ സീത എന്ന് പറയുന്നതിന് പകരം എന്തുപയോഗിച്ചു? വഹ്, അവൾ. സുന്ദർ ഫ്രോക്ക് പഹനെങ്കി. അവൾ നല്ല സുന്ദരമായ മനോഹരമായ ഉടുപ്പ് ഇടും. ജന്മദിനമല്ലേ. അപ്പോൾ വഹ്, ഉസ്കെ എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനു പകരമാണ്? സീത എന്ന നാമത്തിന് പകരം ഇവിടെ എന്തുപയോഗിച്ചിരിക്കുന്നു? ഉസ്കെ അവളുടെ, വഹ് അവൾ എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പേരിന് പകരം അല്ലെങ്കിൽ ഒരു വസ്തുവിന് പകരം അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് പകരം ആ പേര് ആവർത്തിച്ച് പറയാതെ അതിന് പകരം നമ്മൾ അവൻ, അവൾ, അത്, ഇത്, ഈ എന്നൊക്കെ പറയുന്നത് എന്താണ്? സർവനാമങ്ങൾ.
സർവനാമങ്ങളാണ്. ഓക്കെ. അടുത്തത് വിശേഷൺ. വിശേഷൺ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്. നാമത്തെ ഇപ്പം നമ്മൾ നാമവും പഠിച്ചു, സർവനാമവും പഠിച്ചു. ഇനി വിശേഷം എന്ന് പറഞ്ഞാൽ ഈ നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന പ്രയോഗം അല്ലെങ്കിൽ പദം. എന്താണ് നാമവിശേഷണം? ഈ നാമത്തിന് അല്ലെങ്കിൽ സർവനാമത്തിന് നമ്മൾ എന്തെങ്കിലും വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് ആ പേരിന് ഒരു വിശേഷണം കൊടുക്കുമ്പോൾ അതെന്തായി? വിശേഷൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്. അപ്പോൾ जो शब्द संज्ञा या सर्वनाम की विशेषता बताते हैं उन्हें विशेषण कहते हैं. जो शब्द संज्ञा या सर्वनाम की विशेषता बताते हैं उन्हें വിശേഷൺ कहते हैं എന്ന് പറഞ്ഞാൽ ജോ ശബ്ദ് ഏത് ശബ്ദമാണോ സംഖ്യ നാമത്തെ യാ സർവനാമത്തെ നാമത്തിന് അല്ലെങ്കിൽ സർവനാമയ്ക്ക് വിശേഷത അതിൻ്റെ വിശേഷണം പറയുന്നത് ഏത് ശബ്ദമാണോ നാമത്തെ അല്ലെങ്കിൽ സർവനാമത്തെ വിശേഷിപ്പിക്കുന്നത് ഉന്നയും വിശേഷൺ കത്തേഹേ അതിനെന്താ പറയുന്നത്? വിശേഷൺ. ഓക്കെ. അപ്പോൾ നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന പദങ്ങൾക്ക് അല്ലെങ്കിൽ പ്രയോഗങ്ങൾക്ക് എന്ത് പറയും? വിശേഷൺ. ഇവിടെ സുന്ദർ, ലംബ, ചോട്ട, മീഠ, ഗരം ഇങ്ങനെ നമുക്ക് നാമത്തെയോ അല്ലെങ്കിൽ സർവനാമത്തെയോ വിശേഷിപ്പിക്കാവുന്ന പദങ്ങൾ. സുന്ദർ, ലംബ, ചോട്ട, മീഠ, ഗരം, ഠണ്ട ഇതൊക്കെ എന്താണ്? വിശേഷണങ്ങളാണ്. ഇതെങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണങ്ങൾ: സുന്ദർ ഫൂൽ. സുന്ദർ ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫൂൽ എന്ന് പറയുന്നത് പൂവിനാണ്, പൂവ്. അപ്പോൾ അതൊരെന്തായി? വസ്തുവായി. അപ്പോൾ അതെന്താണ്? നാമം. ഈ പൂവിനെ വിശേഷിപ്പിച്ചേക്കുന്നത് എങ്ങനെയാണ്? സുന്ദർ ഫൂൽ, മനോഹരമായ പുഷ്പം. മനസ്സിലായോ? അപ്പം പൂവിനെ മനോഹരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വിശേഷണം ഇതിലേതാ? സുന്ദർ. ഫൂൽ എന്നുള്ളത് നാമം. അപ്പം നാമത്തെ അല്ലെങ്കിൽ സർവനാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ഫൂൽ എന്നുള്ള വസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സുന്ദർ, സുന്ദർ ഫൂൽ. ഇനി മീഠ ആം. ആം എന്നുള്ളതൊരു വസ്തുവാണ്. എന്താണ്? മാങ്ങ. മാങ്ങയ്ക്ക് പറയുന്നതാണ് ആം. ആം എന്നുള്ള വസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മീഠ ആം, മധുരമുള്ള മാങ്ങ. മീഠ എന്ന് പറഞ്ഞാൽ മധുരമുള്ള, മധുരമുള്ള മാങ്ങ. ഇനി ഊംജ പേട്. പേട് എന്ന് പറഞ്ഞാൽ മരം. ഊംജ എന്നല്ല പൊക്കമുള്ള മരത്തിന് ഊംജ പേട്. ഇനി ഗരം ചായ്. ഗരം ചായ്. ചായ എന്ന് പറഞ്ഞാൽ ഒരു നാമമാണ്, ചായ. അതിനെ വിശേഷിപ്പിക്കുന്നത് ഗരം ചായ്, ചൂടുള്ള ചായ. ഇനി ചോട്ട ബച്ച. ബച്ച എന്ന് പറയുന്നത് എന്താണ്? ഒരു കുട്ടിയെ സൂചിപ്പിക്കുന്ന പേരാണ്. ചോട്ട, ചെറിയ കുട്ടി, ചെറിയ കുട്ടി. അപ്പോൾ കുട്ടിക്ക് വിശേഷണം എന്താണ്? ചെറിയ കുട്ടി അല്ലെങ്കിൽ വലിയ കുട്ടി. അപ്പോൾ എന്താണ് ഇതിൽ വിശേഷണം? ചോട്ട. ഇനി നീലാകാശ്. ആകാശം, നീല ആകാശമാണെന്ന്. ആകാശം എങ്ങനെയുള്ളതാണ്? നീല. അപ്പം നീല എന്നുള്ളത് ആകാശത്തിൻ്റെ വിശേഷണം. അപ്പോൾ എന്താണ് വിശേഷണം എന്ന് മനസ്സിലായല്ലോ. നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന പദത്തിന് നമ്മൾ എന്ത് പറയും? വിശേഷൺ. ഓക്കെ. ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും തുടക്കം മുതൽ കാണാനും പഠിക്കാനും ശ്രമിക്കണം. സ്കൂള് റീഓപ്പൺ ചെയ്ത് ചെല്ലുമ്പോഴേക്കും എന്താണ് ഗ്രാമർ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ നമുക്കിത് സഹായിക്കും. ഓക്കെ, ബൈ.